ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അവർ 3 പേരും കൂടി ഇങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ, ഇനി നവയോട് സത്യങ്ങളൊന്നും തുറന്ന് പറയണ്ട എന്ന്. അന്നേരം നയനക്കാണെങ്കിൽ ഇങ്ങനെ വിഷമമാവുകയാണ്. ആദർശേട്ടന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ആദർശേട്ടൻ ഇങ്ങനെ കേൾക്കേണ്ടി വരുന്ന പഴികളൊക്കെ കുറിച്ച് നയനെ ഇങ്ങനെ പറയുകയാണ്. അന്നേരത്തേക്ക് വിഷമത്തോട് തന്നെ ഇങ്ങനെ കനക ചോദിക്കുന്നുണ്ട്, ഇനി എന്താ തീരുമാനം എടുക്കേണ്ട മോളെ, എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന്. അന്നേരം ദേവേനെ പറയും, അതൊന്നും കാര്യമാക്കണ്ട, ഇപ്പോൾ ഒരു വാർത്ത കിട്ടി അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്നു. ചാനലുകാർക്ക് വേറെ വാർത്ത കിട്ടുമ്പോഴേക്കും അതിൻ്റെ അകത്ത് അതങ്ങ് മുങ്ങിപ്പൊക്കോളും. അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നും ആക്കേണ്ട. ആദർശന് കാര്യങ്ങളെല്ലാം അറിയാം. അതുപോലെ ഈ വീട്ടിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, അബിക്കും അറിയാലോ, നമുക്കെല്ലാം സത്യം അറിയാവുന്ന കാര്യം. അതുകൊണ്ട് അവൻ നവ്യയുടെ കൂടെ നിന്നിങ്ങനെ ആദർശനെ ഇങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കില്ല. പിന്നെ ഇതൊന്നും അറിയാത്തത് ജാനകിയും അതുപോലെ തന്നെ ജലജയും മാത്രമാണ്. അവരെ നമ്മൾ കാര്യമാക്കുകയും ചെയ്യണ്ട. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ ഒപ്പിച്ചു വെച്ചത്, ഇതിനെല്ലാം തുടക്കം കുറിച്ച ആളാണ് അനാമിക. അവളെ വെറുതെ വിട്ടുകൂടാ. അവളും അവളുടെ അച്ഛനും ഈ കാണിച്ചതിനുള്ള തിരിച്ചടി അനുഭവിച്ചിരിക്കണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അന്നേരം കട്ടക്കലിപ്പിൽ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ നയന. ഈ സമയം എല്ലാം ഇങ്ങനെ ഗോവിന്ദനും നന്ദുവും കൂടി ഇങ്ങനെ കനക ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. കനക എന്തൊക്കെയാണ് പറഞ്ഞത്, നവ്യ അതെങ്ങനെ പ്രതികരിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരിങ്ങനെ കനകേനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അന്നേരത്തേക്ക് നന്ദു പറയുന്നുണ്ട്, അമ്മയെ കണ്ടില്ലല്ലോ അച്ഛ, അമ്മ ഇങ്ങനെ വന്നിട്ട് പോകാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അപ്പോൾ എമർജൻസി സൈഡിൽ ചെല്ലാൻ പറഞ്ഞു, ഇനി കോള് വന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും മോള് പൊക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞ് നന്ദു ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഓട്ടോയിൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് കനക വരും. എന്നിട്ട് കനക വന്ന് ഇറങ്ങുന്നു. എന്നിട്ട് അവിടുത്തെ ഇങ്ങനെ കസേരയിൽ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അന്നേരം എന്താ കനകയെ സംഭവിച്ചത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും മോൾ എന്താ ചെയ്തത്, പൊട്ടിത്തെറിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം കനക പറയുന്നുണ്ട്, നവ്യന് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിലല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഗോവിന്ദ് ചോദിക്കും, പിന്നെ എന്തിനാണ് നീ ഇവിടുന്ന് പോയത് എന്ന്. അന്നേരം കനക പറയുന്നുണ്ട്, ഞാൻ വെറുതെ ഈ കാര്യങ്ങൾ അവളോടൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ ആദർശ് കാണിച്ചതുപോലെ ഒരു തെറ്റ് അഭിമോനാണ് കാണിക്കുന്നതെങ്കിൽ മോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചതേ ഉള്ളൂ. അന്നേരത്തേക്ക് അവൾ പറയുകയാണ്, അങ്ങനെ എന്തെങ്കിലും അഭി ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനെ കൊല്ലും, ഞാനും ശാകും, അതുപോലെ തന്നെ ആ കുഞ്ഞിനെയും കൊല്ലും എന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞത്. അത് കേട്ടിട്ട് ഞാൻ പേടിച്ചു പോയി. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നയനമോള് അതിനെ ഇങ്ങനെ പക്വതയോട് കൂടിയായിട്ടാണ് നേരിട്ടത്. പക്ഷേ ഇവൾ അങ്ങനെയൊന്നും അല്ല, വെട്ടൊന്ന് മുറി 2 അങ്ങനെയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ഇപ്പോൾ ഇവളുടെ ഒരു രീതി, അതുകൊണ്ട് എന്താ വേണമെങ്കിൽ സംഭവിക്കുക. ആ പറച്ചിൽ കേട്ടപ്പോഴേ ഞാനങ്ങ് പേടിച്ചു പോയി, പിന്നെ എനിക്കൊന്നും തുറന്ന് പറയാനായിട്ട് സാധിച്ചില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അന്നേരത്തേക്ക് നന്ദു പറയുന്നുണ്ട്, ഈ കാര്യം നേരത്തെ നവ്യേച്ചിയും നയന ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേനെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് ചേച്ചീനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നന്ദു പറയുന്നുണ്ട്. പക്ഷേ നന്ദു പറയാണ്, ഇതിനെല്ലാം പുറകിൽ അവൻ ആ അഭി ഉണ്ടല്ലോ, അവനെ എനിക്ക് നല്ല സംശയമുണ്ട്, അവന് സ്റ്റേഷനിൽ കയറ്റി നല്ല ഇടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോകുന്നു. ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ അപമാനിച്ചിട്ടാണ് കേട്ടോ അനി അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. ഈ ദേശത്തിൽ അനി ഇങ്ങനെ പോയി കഴിയുമ്പോഴേക്കും അങ്ങനെ അവൻ്റെ എല്ലാ ഇതും അങ്ങ് മാറി. സാർ എന്താ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു നേരെ പറയുക, ചിലപ്പോൾ ഈ പെൺപിള്ളേരെ ആണുങ്ങളെ ശല്യം ചെയ്യുന്ന ഒരു സന്ദർഭം അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബലരാമിനെ പോലെയായി മാറും. അതുപോലെ എനിക്ക് ഇതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ഡയലോഗൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ് കേട്ടോ. അതിനായിട്ടൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ചിലരെന്നോട് പറയാനുണ്ട് ഞാൻ അവനാഴിയിലെ നായകനെ പോലെ തന്നെയാണ്, ഞാനത് മൈൻഡ് ചെയ്യാറില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സ്വയം ഒന്ന് പൊക്കി പറഞ്ഞിട്ടാണ് പോകുന്നത്. പോയി കഴിയുമ്പോഴേക്കും നന്ദുവിനാകെ ദേഷ്യമാണ് കേട്ടോ. നേരെ എസിയോട് പറയുവാണ്, അതെ CI സാറിനോട് എന്തോ ഒരു അസുഖമുണ്ടെന്ന് തോന്നുന്നു. അന്നേരത്തേക്ക് നന്ദു പറയുന്നുണ്ട്, ചെറിയ അസുഖമൊന്നും അല്ല, അത്യാവശ്യം വലിയ അസുഖം തന്നെയാണെന്ന്. ഇഷ്ടക്കേടോട് കൂടിയാണ് നന്ദു ഇങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നന്ദു ഇങ്ങനെ മനസ്സിൽ ഓർക്കുക, കഷ്ടമായി പോയല്ലോ അനിയെ അപമാനിച്ച അയാളെ ഇറക്കി വിട്ടത് കഷ്ടമായി പോലെ, അവന് വിഷമായി കാണില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ ഓർക്കുന്നു. ഏതായാലും അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ നല്ല കട്ടക്കലിപ്പിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് കൂട്ടുകാരെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അയാളെ ആരോ സ്വാധീനിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ഇതും അനാമികയുടെ അച്ഛൻ്റെ പരിപാടിയാണോടാ, ഇനി അയാൾ എന്തെങ്കിലും പൈസ കൊടുത്ത് ഇയാളെ ഇങ്ങനെ ആക്കിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അന്നേരം എനിക്ക് സംശയമുണ്ടെന്ന് അനി ഇങ്ങനെ പറയുന്നു. അന്നേരം അതിൽ ഒരുത്തൻ ഇങ്ങനെ പറയുക, ഇനി നന്ദു തന്നെയാണോ ഇനി ഇങ്ങനെ പറയിപ്പിച്ചത്, നീ അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും രാകേഷ് പറയുന്നുണ്ട്, പോടാ, അവൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നതല്ലാതെ വേറെ ഒരാൾ അനിയെ അപമാനിക്കുന്ന അവളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കത്തൊന്നുമില്ല, നമ്മുടെ നന്ദു അങ്ങനെ ചെയ്യത്തുമില്ല എന്നിങ്ങനെ പറയുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, ഇയാൾ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ നോക്കിക്കോ, ഒരുപാട് കാലം ഇവിടെ കാണില്ല, ഒരുപാട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു ഓണം കയറാൻ മൂലയിലേക്ക് പോകും എന്നിങ്ങനെ പറയും കേട്ടോ. അന്നേരം അവരിങ്ങനെ പറയുന്നുണ്ട്, എടാ നിൻ്റെ മുത്തശ്ശൻ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇടപെടില്ല, നിനക്ക് നന്ദുവിനെ കാണാൻ വേണ്ടി അവിടുന്ന് CI മാറ്റണമെന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ അതിനകത്ത് ഇടപെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്,
അപ്പം നന്ദുവിന് ഈ സ്റ്റേഷനിൽ തന്നെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മുത്തശ്ശന് ഇടപെട്ടല്ലോ. ഇനിയിപ്പോൾ മുത്തശ്ശൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആദർശേട്ടനോട് പറഞ്ഞിട്ടാണെങ്കിലും അയാളെ ഞാൻ അവിടെ നിന്ന് പറപ്പിക്കും, മര്യാദക്കിരുന്ന് അങ്ങേർക്ക് കൊള്ളാനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ദേശത്തിലാണ് കേട്ടോ അനി. പിന്നെ കാണിക്കുന്നത് ഈ CI സാറുണ്ടല്ലോ, അയാൾ നന്ദുവിൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ ചെല്ലുവാണ്. നന്ദുവാണ് വന്നത് എന്ന് ഓർത്ത് രണ്ടുപേരോട് ഇങ്ങനെ മുറ്റത്തോടെ ഇങ്ങനെ ഇറങ്ങി വരുവാണ്. അതായത് കനകയും ഗോവിന്ദനും കൂടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ചെല്ലുന്നത് ഇതാരാ പോലും എന്നുള്ള ഒരു ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ രണ്ടുപേരുടെ. ഇത് കയറി ചെന്നിട്ട് അങ്ങേരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാനാണ് സ്ഥലം CI, നന്ദുവിൻ്റെ ഓഫീസിലാണ്, ഞാനും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. നന്ദു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇരിക്കാനായിട്ട് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട് മോൾ ഇവിടെ ഇല്ല കേട്ടോ എന്ന്. നേരത്തേക്ക് അങ്ങനെ അങ്ങനെ പറയും, ഞാൻ മോളെ കാണാൻ വേണ്ടി അല്ല വന്നത്, നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയും കണ്ട ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നിങ്ങനെ പറയും. അന്നേരം കുടിക്കുക എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും വേണ്ട എന്നാണ് ആദ്യം പറയുന്നത്. ആദ്യമായിട്ട് വന്നതല്ലേ, എന്തെങ്കിലും എടുക്കാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആയിക്കോട്ടെ എന്ന് പറയും. അന്നേരം കനകകത്തേക്ക് ഇങ്ങനെ പോകും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് എൻ്റെ മകളുടെ സ്വഭാവം ഒരു എടുത്തുചാട്ടമുള്ളതാണ്, അതുകൊണ്ട് തന്നെ അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സാറെ ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോഴേക്കും അങ്ങനെ പറയുന്നുണ്ട് ആ സ്വഭാവത്തിന് എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല, നന്ദു എന്നെ പറ്റി എന്തെങ്കിലും ഇവിടെ പറയാറുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് സാറ് സ്മാർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോഴേക്കും അങ്ങേര് ഇങ്ങനെ ഓരടി അങ്ങ് പൊങ്ങുവാണ് കേട്ടോ. അന്നേരത്തേക്ക് അങ്ങേര് തന്നെ ഇങ്ങനെ പറയാണ്, അത് തന്നെ ഞാൻ സ്മാർട്ടാണ്, ഞാൻ ഇതിനു മുമ്പ് അതിർത്തിയിലായിരുന്നു, ആ പ്രദേശത്തുള്ള എല്ലാ ക്രിമിനൽസിനെയും ഞാൻ ഒതുക്കി കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാരെ എന്നെ ഇങ്ങോട്ട് തട്ടിയതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സെയിം വൈബിലുള്ള ഒരു സഹപ്രവർത്തകൻ എനിക്ക് കിട്ടിയത്, നന്ദു പറഞ്ഞല്ലോ ഞാൻ സ്മാർട്ടാണെന്ന്. ഒരു കണക്കിന് എന്നെക്കാൾ ഡബിൾ സ്മാർട്ടാണ് അച്ഛൻ്റെ മോള്, അതുകൊണ്ട് തന്നെ ആ മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ സ്വഭാവം കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്കൊരു മെഗാ സ്റ്റാറിൻ്റെ ഷേപ്പൊക്കെ ഉണ്ട് എന്നൊക്കെ പലരും പറയാറൊക്കെ ഉണ്ട്. ആ മെഗാ സ്റ്റാറിന് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്തൊരു അവസരം വന്നപ്പോൾ എന്നെ വിളിച്ചതാ. പിന്നെ ഹീറോയിസം സിനിമയിൽ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, ജീവിതത്തിൽ കാണിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് സിനിമയിലേക്ക് ഇങ്ങനെ പോകാതിരുന്നത് എന്നിങ്ങനെ പറഞ്ഞ് അങ്ങ് പൊക്കുവാണ് കേട്ടോ സ്വയം. ഗോവിന്ദനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഇച്ചിരി ഇഷ്ടക്കേടൊക്കെ അങ്ങ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഈ ഹീറോയിസ് എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമാണ്, ഈ പറയുന്ന നന്ദുവിന് പോലും എന്നോട് ചെറിയ ആരാധന തോന്നി തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അന്നേരത്തേക്ക് കനക അങ്ങോട്ടേക്ക് വരും, ഒരു ഗ്ലാസ് ജ്യൂസും ഒക്കെ ആയിട്ട് അതെടുത്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പറയാണ്, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അച്ഛനമ്മയ്ക്കും കണ്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുറച്ച് കാലമായിട്ട് വീട്ടിൽ പെണ്ണാലോചിക്കുന്നുണ്ട്, എനിക്ക് ആരെയും അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഇപ്പോൾ ഈ സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ നന്ദുവിനെ കണ്ടു, എൻ്റെ സെയിം വൈബായ നന്ദുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നന്ദുവിൻ്റെ സ്നേഹം നിങ്ങൾക്കൊക്കെ കിട്ടുന്നത് പോലെ അതിൽ പകുതി എനിക്കും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അന്നേരം ഗോവിന്ദൻ പറയും, അത് മോളുടെ ഒരു ഇഷ്ടം അങ്ങോട്ട് നോക്കണ്ടേ, അവൾക്ക് ഇഷ്ടമാണോ എന്ന് അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഉറപ്പായിട്ടും നന്ദുവിന് എന്നെ ഇഷ്ടപ്പെടും, എനിക്ക് നന്ദുവിന് എന്നോട് ഒരു ആരാധന പോലും ഉണ്ടെന്നൊക്കെ എനിക്ക് സംശയമുണ്ടെന്നിങ്ങനെ പറയുവാണ്. അന്നേരത്തേക്ക് കനക പറയും, അതെ ജാതകമൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് ജാതകത്തിൽ വിശ്വാസമൊന്നുമില്ല, ഞങ്ങൾ ഒന്നിക്കണമെന്ന് ഈശ്വരൻ പണ്ടേ തീരുമാനിച്ചതാണ്, അതുകൊണ്ട് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മുഹൂർത്തം കുറിപ്പിക്കാം എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. എന്നിട്ട് ഇത്രയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് പറയുന്ന ഒരു ശീലമാണ് എൻ്റേത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അതിനിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് ആദ്യമായിട്ട് അമ്മ തന്നത് മധുരമാണ്, ഇനി നമ്മളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ മധുരം തുടർന്നു പോകാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, അങ്ങനെ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എണീറ്റ് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഭയങ്കര ഇഷ്ടം രണ്ടുപേർക്കും, പോലീസുകാരൻ തന്നെയാണല്ലോ. അന്നേരം ഗോവിന്ദ പറയുന്നുണ്ട്, അവളെപ്പറ്റി എല്ലാം മനസ്സിലാക്കിയിട്ട് വന്നതാണ് അയാൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്ന കനക ഇങ്ങനെ പറയുക, നമുക്ക് ജോത്സ്യനെ ഒന്ന് കാണണം, ഞാനതുകൊണ്ട് ഇപ്പോൾ തന്നെ ജോത്സ്യനെ കാണാനായിട്ട് പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞ് കനക ജോത്സ്യനെ ഇങ്ങനെ കാണാനായിട്ട് പോകുന്നു. ഇതൊക്കെ കണ്ട് ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്ന ഗോവിന്ദനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താകും, നന്ദുവിന് ആ CI ആയിട്ടുള്ള കല്യാണം നടക്കുമോ അതോ അനി കിട്ടുമോ എന്താണ് നമുക്ക് കണ്ടറിയ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.